പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് രശ്മി രാജേഷ്, കൊല്ലം ജില്ലയിലെ ശൂരനാട് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത്, ഞാനും എൻ്റെ അമ്മയും ഞങ്ങൾ ഒരുമിച്ചാണ് വന്ന് ഉടമ്പടി എടുത്തത് 2022 എൻ്റെ ഉടമ്പടിയുടെ ആദ്യത്തെ ഉടമ്പടിയിലെ നിയോഗമായിരുന്നു. എൻ്റെ മകന് 8 വർഷമായിട്ടുണ്ടായിരുന്ന പനി വരുമ്പോൾ അവന് പെട്ടെന്ന് വീസിങ് ആകുമായിരുന്നു. ഈ അലർജി രോഗം സൗഖ്യമാക്കുന്നതിന് വേണ്ടിയായിരുന്നു എൻ്റെ നിയോഗത്തിൽ ഞാൻ ആദ്യം വെച്ചിരുന്നത്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു വട്ടം കൂടി അവന് ഇങ്ങനെ ഈ വീസിങ് വന്നു. ഉടമ്പടി തൈലം ഉപയോഗിച്ച് ദിവസവും വൈകിട്ട് ഞാൻ അവന് കുരിശ് വരയ്ക്കുകയും വിശ്വാസപ്രമാണം ചൊല്ലുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ഒരു ഇതിലവന് ഒരു പ്രാവശ്യം കൂടി ഈ വീസിങ് വന്നു. പിന്നീട് അവന് അങ്ങനെ ഒരു അസുഖമേ ഉണ്ടായിട്ടില്ല. അത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ടും ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടുമാണ് ഈ വീസിങ് അവന് പൂർണ്ണമായിട്ടും മാറിക്കിട്ടിയത്. അടുത്തതായിട്ട് എൻ്റെ മകൾക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഊഞ്ഞാലിൽ നിന്ന് വീണ് അവളുടെ പല്ലുകൊണ്ട് ചുണ്ട് മുറിയുകയും അത് കുറച്ച് ആഴത്തിലേക്ക് മുറിയുകയും ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ മുറിവ് കരിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ആ ചുണ്ടിൻ്റെ അവിടെ ഒരു സിസ്റ്റ് പോലെ വന്നു. ആ സിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സർജറി ചെയ്യണം, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അങ്ങനെ അത് സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് അത് സ്റ്റിച്ച് ഇട്ടതിൻ്റെ 2 സൈഡും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും 2 സ്റ്റിച്ച് ഇട്ടതിൻ്റെ 2 സൈഡിലായിട്ട് വീണ്ടും 2 സിസ്റ്റ് പോലെ വന്നു. അപ്പോൾ വീണ്ടും ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മ്യൂക്കസ് സിസ്റ്റാണ്, ഇത് സർജറി ചെയ്യാതെ മാറില്ല, ഇനിയും സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വീണ്ടും സർജറി ചെയ്യുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം ദിവസവും ഞാൻ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവളുടെ ചുണ്ടിൽ കുരിശ് വരച്ച് വിശ്വാസം പ്രമാണം ചൊല്ലുമായിരുന്നു. അങ്ങനെ ആദ്യമൊന്നും മാറിയില്ല. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ചുണ്ടിൽ വന്ന 2 മ്യൂക്കസ് സിസ്റ്റും അത് ചൊട്ടിപ്പോവുകയും സർജറി ഒന്നുമില്ലാതെ തന്നെ അത് ഭേദമാവുകയും ചെയ്തു. അത് ഉടമ്പടി തൈലം, നേർച്ച വസ്തുവായ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് അത് അവൾക്ക് പൂർണ്ണമായിട്ടും സൗഖ്യം ലഭിച്ചത്. അടുത്തതായിട്ട് എൻ്റെ അച്ഛന് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അച്ഛന് 2023 അച്ഛന് ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ കൈക്ക് സൈഡിൽ ഒരു പെരുപ്പ് പോലെ അനുഭവപ്പെട്ടു. അങ്ങനെ അച്ഛൻ തന്നെ 2 വീലർ ഉപയോഗിച്ച് അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോവുകയും അപ്പോൾ ക്ലിനിക്കിൽ ചെന്നപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇഞ്ചക്ഷൻ എടുത്തു വിട്ടു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ഉച്ചയാകാറായപ്പോഴത്തേന് അച്ഛന് വീണ്ടും ഒരു സൈഡിൽ ഒരു തളർച്ച പോലെ, ലെഫ്റ്റ് സൈഡിൽ ഒരു തളർച്ച പോലെ തോന്നുകയും അങ്ങനെ അടുത്ത് തന്നെയുള്ള വേറൊരു ക്ലിനിക്കിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ ECG എടുത്ത് ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, BP കുറച്ച് കൂടിയതാ, അല്ലാതെ പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഒരു 5:30-6 മണി ആയപ്പോഴേക്കും അച്ഛന് ചെയറിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു സൈഡ് ഫുള്ള് തളർന്നു പോകുന്നത് പോലെ തോന്നി. അങ്ങനെ ഞങ്ങളൊരു ഓർത്തോയെ കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സ്ട്രോക്ക് വന്നതാണ്, ഇത്രയും സമയം എന്തിനാ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത്, ഇത് പെട്ടെന്ന് തന്നെ നിങ്ങളങ്ങ് മെഡിക്കൽ കോളേജിലോട്ട് വണ്ടാനത്തോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ആംബുലൻസിൽ തന്നെ കൊണ്ടുപോയാൽ മതി, പ്രൈവറ്റിലോട്ടൊന്നും കൊണ്ടുപോകണ്ട, കൊണ്ടുപോയി കഴിഞ്ഞാൽ ICUവിലാക്കും, അവിടെ ന്യൂറോ ഒന്നും കാണത്തില്ല, പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടാനത്തേക്ക് അച്ഛനെ കൊണ്ടുവന്നു. ആംബുലൻസിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ ആംബുലൻസിൽ കരുനാഗപ്പള്ളിയിൽ നിന്നും വണ്ടാനം വരെ എത്തുന്നിടം വരെയും ഞങ്ങൾ മാതാവിൻ്റെ കാശുരൂപവും വെച്ച് വിശ്വാസ പ്രമാണവും ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ വണ്ടാനത്ത് എത്തിക്കഴിഞ്ഞ് ഡോക്ടർ CT എടുക്കുകയും ടെസ്റ്റുകൾ നടത്തുകയും ചെയ്തു. പക്ഷേ അച്ഛന് നമ്മൾ ഉദ്ദേശിച്ച അത്രയും പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഒരു സ്ട്രോക്ക് വന്ന ഒരാളിനെ ഈ 3.5 മണിക്കൂർ 4 മണിക്കൂറിനകം കൊണ്ടുവന്നില്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആവുകയും എന്തെങ്കിലും ഒരു സൈഡ് തളരുകയോ അങ്ങനെയൊക്കെ സംഭവിക്കുകയോ ചെയ്യും, നിങ്ങളുടെ ഭാഗ്യം കൊണ്ടായി ഇതൊന്നും സംഭവിക്കാഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം മാത്രം ഹോസ്പിറ്റലിൽ കിടക്കുകയും അവിടുന്ന് 3-ാമത്തെ ദിവസം അച്ഛൻ ഡിസ്ചാർജ് ആവുകയും ചെയ്തു. അതും ഉടമ്പടി തൈലവും കാശുരൂപവും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് അച്ഛന് സൗഖ്യം ലഭിച്ചത്.
അടുത്തതും അച്ഛൻ്റെ തന്നെ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അച്ഛൻ 2 വീലറിൽ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു പട്ടി കുറുക്കിയാടുകയും അച്ഛൻ സൈഡിലേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ അച്ഛനെ അവിടുന്ന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പമില്ല, ചെറിയൊരു ക്രാക്കാണ്, അത് റെസ്റ്റ് എടുത്താൽ മാറും, 4 ദിവസം കഴിഞ്ഞ് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അച്ഛന് ശക്തിയായിട്ടുള്ള പെയിൻ ആവുകയും കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത രീതിയാവുകയും ചെയ്തു. അപ്പോഴും ഞങ്ങൾ ഉടമ്പടി തൈലം നേർച്ചവസ്തുക്കളെല്ലാം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി തൈലം എല്ലാം അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അച്ഛന് ബെഡിൽ കിടക്കാൻ വയ്യ, ചെയറിലിരുന്നായിരുന്നു ഉറങ്ങിയിരുന്നത്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോൾ അവർ സ്കാൻ ചെയ്ത് CT എടുത്തപ്പോൾ പറഞ്ഞു ഇത് നല്ല ഫ്രാക്ചറായിട്ടുണ്ട്, ഇടുപ്പല്ലിനാണ്, നല്ല ഫ്രാക്ചറായിട്ടുണ്ട്, ഇത് സർജറി ചെയ്താലേ പറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് അങ്ങ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകൂ. മെഡിക്കൽ കോളേജിലാവുമ്പോൾ നല്ല ഡോക്ടർമാരൊക്കെ ഉണ്ട്, എത്രയും പെട്ടെന്ന് എത്തിക്കാവോ അത്രയും നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനെ അവിടുന്ന് ആംബുലൻസിൽ അങ്ങ് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നു ഡോക്ടർ നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് സർജറി ചെയ്താലേ പറ്റുള്ളൂ, ഇത്രയും 4 ദിവസമായിട്ടും 4 ദിവസം കൊണ്ടിരിക്കുക, അത് പെട്ടെന്ന് ആ ടൈമിലായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇനി സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇത് സക്സസ് ആകുമോ എന്നറിയില്ല. ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് ട്രാക്ഷൻ ഇട്ട് നോക്കാമെന്നും പറഞ്ഞ് അച്ഛൻ്റെ കാലിൽ ട്രാക്ഷൻ ഇട്ട് നല്ല നീരായിട്ടിരിക്കും. അച്ഛൻ 4 ദിവസമായിട്ട് കിടന്നുറങ്ങാൻ പോലും വയ്യാതെ ചെയറിലിരുന്നായിരുന്നു ഉറങ്ങുന്നത്. അങ്ങനെ ട്രാക്ഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ അമ്മയുടെ കയ്യിൽ ഉടമ്പടി തൈലവും കാശുരൂപവും ഉണ്ടായിരുന്നു. അമ്മ ആ ഉടമ്പടി തൈലം അച്ഛൻ്റെ കാലിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സർജറി ചെയ്യേണ്ടി വരല്ലേ, എത്രയും പെട്ടെന്ന് ഇത് ഭേദമാകണേ നമ്മ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, നോക്കാം, ട്രൈ ചെയ്യാൻ, ട്രാക്ഷൻ ഇട്ട് നോക്കാം, പറ്റിയാൽ എന്താണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല, സർജറി ചെയ്താലും സക്സസ് ആകത്തില്ല, കാരണം ഇത് സംഭവിച്ചിട്ട് 4 ദിവസമായി, അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനെ അവിടെ അഡ്മിറ്റാക്കി. പിറ്റേ ദിവസം ആയപ്പോഴേക്കും അച്ഛൻ്റെ കാലിൻ്റെ നല്ല നീര് വെച്ചിട്ടുണ്ടായിരുന്നു കാലിന്. അപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ കാലിൻ്റെ നീര് കുറഞ്ഞു. ട്രാക്ഷൻ ഇട്ട് വെയിറ്റ് വിട്ടു. പറഞ്ഞു 48 ദിവസം ഇങ്ങനെ ഒരേ കിടപ്പ് തന്നെ ഇങ്ങനെ ട്രാക്ഷൻ ഇട്ട് കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 8ാമത്തെ ദിവസം അവിടെ നിന്നും അച്ഛനെ ഡിസ്ചാർജ് ആക്കി. ആംബുലൻസിലാണ് അച്ഛനെ വീട്ടിലേക്ക് കിടന്നുകൊണ്ട് തന്നെയാണ് അച്ഛൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്, എണീക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് അച്ഛനെ ആംബുലൻസിൽ 8 ദിവസം കഴിഞ്ഞപ്പോൾ ആംബുലൻസിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ വീട്ടിലെത്തിയപ്പോഴും ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ചിരുന്നു. അങ്ങനെ 48 ദിവസം എന്ന് പറഞ്ഞത് 24 ദിവസം ആയപ്പോഴേക്കും, അതിൽ കുറച്ച് ദിവസം ആയപ്പോഴത്തേന് അച്ഛൻ ഈ വെയിറ്റ് ഇട്ടതിനകത്ത് എന്തോ ഇറിറ്റേഷൻ പോലെ ആ വെയിറ്റ് കിടക്കുന്നത് കൊണ്ട് തോന്നി. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഈ വെയിറ്റ് മാറ്റുകയോ ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ അച്ഛൻ്റെ ഈ ഇറിറ്റേഷൻ കാരണം വെയിറ്റിൻ്റെ കുറച്ച് വെയിറ്റ് ഒന്ന് മാറ്റി കൊടുത്തു. അത് ഡോക്ടർമാർ അറിഞ്ഞിട്ടില്ല. അങ്ങനെ മാറ്റിയപ്പോൾ അച്ഛനപ്പോൾ ഒരു ആശ്വാസം കിട്ടി, ആ വെയിറ്റ് കുറച്ച് മാറ്റിയപ്പോൾ. അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, കാലിൽ ഉടമ്പടി തൈലം, ആ മുറിവിൽ ഉടമ്പടി തൈലം എല്ലാം തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഷുഗറും ഒക്കെ ഉണ്ട്, അപ്പോൾ കമ്പി കിഴിച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും മുറിവ് പഴുക്കുവോ എന്തും ആകാമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. 48 ദിവസം പറഞ്ഞത്. 24ാമത്തെ ദിവസം അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ട്രാക്ഷൻ മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രാക്ഷൻ മാറ്റിയിട്ട് വീട്ടിൽ വിട്ട് കഴിഞ്ഞ് പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് ചെല്ലാനായിട്ട് പറഞ്ഞു. അപ്പോൾ 1 മാസം വീണ്ടും ഈ ട്രാക്ഷൻ എടുത്തിടത്ത് നല്ല നീരുമെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉടമ്പടി തൈലവും എല്ലാം പുരട്ടി ഉപ്പ് വെള്ളത്തിനകത്തിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പ് പിടിക്കുമായിരുന്നു. അങ്ങനെ 1 മാസം കഴിഞ്ഞ് വീണ്ടും അച്ഛനെ കൊണ്ടുചെന്ന് കഴിഞ്ഞ് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടറിന് തന്നെ അതിശയമായിപ്പോയി. ഡോക്ടർ പറഞ്ഞു ഇയാൾ ഇങ്ങനെ ഒന്നും എണീറ്റ് നടക്കുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല, സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആകത്തില്ലായിരുന്നു, ഇയാൾ എണീക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇത് അത്ഭുതമാണ്, 2 സൈഡും ഇടുപ്പല്ലായിരുന്നു. അപ്പോൾ 2 സൈഡിലെയും ഇപ്പോൾ ഒരുപോലെ, ഒരു സാധാരണ ഒരു മനുഷ്യന് എങ്ങനെയാണ് 2 സൈഡും ഇരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഫ്രാക്ചറുകളല്ല, ഇത് മൊത്തം ഒടിഞ്ഞു പോയതായിരുന്നു. ഈ ഫ്രാക്ചറുകളെല്ലാം മാറി
രണ്ട് സൈഡും ഒരേപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു നടക്കുന്ന സമയത്ത് ഒരു സ്റ്റിക്ക് കയ്യിൽ പിടിക്കണം, ഒരു സപ്പോർട്ടിന് വേണ്ടി ഒരു സ്റ്റിക്ക് കയ്യിൽ പിടിക്കണമെന്ന് പറഞ്ഞു. ഡോക്ടറിന് അറിയത്തില്ല. ഡോക്ടർ വിചാരിച്ചു ഇങ്ങനെ സംഭവിക്കുന്ന പേഷ്യൻ്റൊക്കെ പെട്ടെന്ന് നടക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ സ്റ്റിക്കിൻ്റെ ഒന്നും ഒരു സഹായവും വേണ്ടി വന്നില്ല. കാരണം അമ്മ മാതാവിൻ്റെ സഹായം ഉള്ളപ്പോൾ നമുക്ക് സ്റ്റിക്കിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അച്ഛൻ ഇപ്പം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാറിലായിരുന്നു അച്ഛൻ ഹോസ്പിറ്റലിൽ പോകുകയെല്ലാം ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇന്ന് ഇത്രയും ദൂരം, ഞങ്ങൾ ശൂരനാടാണ്, അവിടെ നിന്ന് ഇവിടം വരെ അച്ഛൻ ബസ്സിൽ കയറുന്നതിനും പ്രശ്നമില്ലായിരുന്നു, ഇവിടെ വരുന്നതിനും അച്ഛന് നടക്കുന്നതിനും ഒന്നും ഒരു കുഴപ്പവുമില്ലായിരുന്നു. ഇതെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് ഈ രോഗസൗഖ്യം. കാണാൻ വരുന്നവരെല്ലാം പറയുമായിരുന്നു ഇത് എണീക്കത്തില്ല, ഇനി ഇങ്ങനെ കിടക്കത്തതേ ഉള്ളൂ. അപ്പോൾ അത് കേൾക്കുമ്പോൾ അച്ഛനും വിഷമമായിരുന്നു, ഞങ്ങൾക്കെല്ലാം വിഷമമായിരുന്നു. പക്ഷേ എത്ര പെട്ടെന്ന് റിക്കവറായെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഇപ്പോൾ കാണുന്നവർക്കെല്ലാം അതിശയമാണ്, അച്ഛൻ ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ എല്ലാവർക്കും അതിശയമാണ്, ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ നടക്കുന്നത്. സാധാരണ ഇങ്ങനെ പറ്റിയ പേഷ്യൻസ് ഒന്നും ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് റിക്കവറായി നടക്കില്ല. ഇതെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചതാണ്. ഇനിയും ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്, അത് കൂടെ ആളില്ലാത്തത് കൊണ്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം, പത്രം എല്ലാവർക്കും വിശ്വാസ പ്രമാണം ചൊല്ലി അത് അർഹതപ്പെട്ടവർക്കാണ് ഈ പത്രം കൊടുത്തിരുന്നത്. പത്രം കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് എല്ലാവരെയും ഞങ്ങൾ പറഞ്ഞു തന്നെ കുറേ ആൾക്കാർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളുടെ അവിടെ ഒരു കൃപാസനം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ കുറേ ആൾക്കാർ ചേർന്ന്, മെയിനായിട്ട് ഒരു ചേച്ചിയും ഒരണ്ണനുമാണ് ഈ ഗ്രൂപ്പ് നടത്തുന്നത്. അവിടെ ഞങ്ങൾ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ചേർന്ന് കാശ് പിരിച്ച് ഫുഡുണ്ടാക്കി എല്ലാ മാസത്തെയും രണ്ടാമത്തെ തിങ്കളാഴ്ച കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അമ്മ മാതാവിൻ്റെ പേരിൽ കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. അതുപോലെ എൻ്റെ കുട്ടികൾക്കാണെങ്കിലും അവരുടെ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും അമ്മ മാതാവിൻ്റെ സഹായം കൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും രാവിലെ 2 പേർക്കും ഞാൻ ഉടമ്പടി തൈലം അവരുടെ നെറ്റിയിൽ തൊട്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് 2 പേരെയും സ്കൂളിലേക്ക് വിടുന്നത്. ഈ ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിൽ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കുറേ കാര്യങ്ങൾ ഇനി സാധിക്കാനുണ്ടെങ്കിൽ അത് അമ്മ മാതാവായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു തരുമെന്ന് തന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ചിലപ്പം നമുക്ക് ചില കാര്യങ്ങളിൽ അനുഗ്രഹം കിട്ടാൻ കുറച്ച് താമസം എടുക്കും. എന്നാലും നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് നിരാശയൊന്നുമില്ല. കാരണം ഇപ്പോഴല്ല, എപ്പോഴാണെങ്കിലും അമ്മ മാതാവ് അത് സാധിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുപോലെ ജീവിതകാലം മുഴുവൻ ഈ വിശ്വാസത്തിൽ തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾക്കായാലും ഇനി അവരുടെ ജീവിതത്തിൽ എന്ത് കിട്ടിയാലും അത് മെറിറ്റ് കൊണ്ടല്ല, ഗ്രേസ് കൊണ്ടാണ് കിട്ടുന്നതെന്ന് അവർ വിശ്വസിക്കണം. ആ വിശ്വാസത്തിൽ അവർ വളരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അമ്മ മാതാവിനോട് അതാണ് പ്രാർത്ഥിക്കുന്നത്. ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഈ വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്നും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും, ഉടമ്പടി എടുത്ത എല്ലാവർക്കും, ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. യാക്കോബ് 5:15-16 തിരുവചനങ്ങൾ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കുവാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. രശ്മി രാജേഷ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ നേർച്ച പുസ്തകം അത് വലിയ ദൈവിക ശക്തിയോടുകൂടി നമുക്ക് കൈമാറപ്പെടുന്നതാണ്. കഴിഞ്ഞ 39 വർഷം തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ നിന്ന് ലഭിച്ച ദൈവകൃപയിലും ദൈവികമായ പ്രത്യേക അനുഗ്രഹത്തിലും ആശ്രയിച്ചുകൊണ്ട്
പ്രത്യക്ഷീകരണ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി ജോസഫ് അച്ഛൻ ആശീർവദിച്ച് കൈമാറുന്നതാണ് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ഉടമ്പടിയുടെ ഓരോ നേർച്ച പുസ്തകം. അത് വിശ്വാസത്തോടെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ നമുക്ക് രോഗസൗഖ്യത്തിനുള്ള ഔഷധമായി മാറും, അഭിഷേകത്തിനുള്ള തൈലമായി മാറും. അത് വിതറുകയും അത് പ്രയോഗിക്കുകയും ചെയ്യുന്ന ഇടങ്ങളിൽ അത് സത്താൻ്റെ ശക്തികൾ അകലെ പോകും, കെട്ടുപാടുകൾ മാറിപ്പോകും, തടസ്സങ്ങൾ നീങ്ങിപ്പോകും, പുതിയ വഴികൾ നമുക്ക് തുറന്നു കിട്ടും. അതോടൊപ്പം തന്നെ നമ്മൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനും ഈ നേർച്ച വസ്തുക്കൾ ഉള്ളിൽ ഉപയോഗിക്കുവാനും ശരീരത്തിൽ ധരിക്കുവാനും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാനും തയ്യാറാകുമ്പോൾ ഏത് നിയോഗത്തിലാണോ ഈ നേർച്ച വസ്തുവിനെ നാം പ്രയോഗിക്കുക, ആ നേർച്ച വസ്തു നമുക്ക് ദൈവശക്തിയുടെയും ദൈവ സംരക്ഷണത്തിൻ്റെയും നാളിതുവരെ നടക്കാത്ത കാര്യങ്ങൾ നടത്തിത്തരുവാൻ ദൈവിക ദൂതരുടെയും അടയാളങ്ങളായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനാവും. ഒത്തിരി മക്കൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉടമ്പടി സാക്ഷ്യത്തിൽ ആവർത്തിച്ച് പറയും, ഞങ്ങൾക്ക് ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ്, ഉടമ്പടി കാശുരൂപം ഇതൊക്കെയും ഞങ്ങൾ ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിത വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതകരമായ സൗഖ്യങ്ങൾ, അത്ഭുതകരമായ ദൈവിക സാന്നിധ്യവും ഇടപെടലും ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയെന്ന്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അമ്മ ജീവനോടെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ ലോകത്തിന് മുഴുവനും പുതിയൊരു ജനതയെ സുവിശേഷം അറിയുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ആത്മാവിനെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്ന ഒരു ജനതയെ ദൈവത്തിന് വേണ്ടി നേടിയെടുക്കുവാൻ അമ്മ ഈ അന്ത്യകാലത്ത് ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ലോകത്തോട് പറയുന്നു, ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്ന പ്രവണതകളിൽ നിന്ന് പിന്മാറുവാനും ആത്മാവിനെ ദൈവത്തിൽ ഉടമപ്പെടുത്തുന്ന ജീവിതത്തിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കുവാനുമായിട്ട്. അതിന് നമ്മുടെ ആത്മാവിനെ കൂടുതൽ ദൈവസ്നേഹത്താൽ നിറയ്ക്കുന്നതിനും ദൈവിക ചൈതന്യത്തിൽ നിലനിർത്തുന്നതിനുമാണ് അടയാളങ്ങളിലൂടെ അമ്മ മാതാവ് ഈശോയിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകി ഈ നാളുകളിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളെ വിശ്വാസത്തോടെ പ്രയോഗിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ പൂർണ്ണ മനസ്സോടുകൂടി ശരണപ്പെട്ട് വിശ്വസിക്കാം. വലിയ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആത്മാവിനെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യാം. ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും രോഗസൗഖ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.